നമ്മൾ ഈ ട്രസ് റൂഫ് ചെയ്ത റൂഫിനെ ട്രസ്സും റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ട് ചെയ്ത റൂഫിന് സീലിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞൊരു രീതി, കുറച്ചുകൂടി സേഫായിട്ടുള്ള രീതി, കുറച്ചുകൂടി കാണാൻ വൃത്തിയുള്ളൊരു രീതി, കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് വി ബോർഡ് ഇട്ട് ചെയ്യുന്നതാണ്. വി ബോർഡ് ചെയ്യുന്നത് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് 2-2 സ്ക്വയർ പൈപ്പും 2-1 റെക്ടാങ്കുലർ പൈപ്പും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പൈപ്പുകൾ പുറത്ത് കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചുകൂടി സേഫാണ്. നമ്മുടെ വി ബോർഡ് 8mm വി ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 8mm വി ബോർഡ് മുകളിൽ വരും, പൈപ്പിൻ്റെ മുകളിൽ വരുമ്പോൾ കുറച്ചുകൂടി സേഫാണ്. മറ്റത് സ്ക്രൂ ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടും അതുപോലെ വി ബോർഡ് പൊടിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഷീറ്റൊക്കെ തൂങ്ങാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അതേപോലെ ഒന്ന് മനസ്സ് വെച്ച് നടക്കുകയാണെങ്കിൽ, ഒന്ന് പിടിച്ച് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റും. അതുപോലെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലയൻറ്റ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത ഒരു സീലിംഗ് വർക്കാണിത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം.